എനിക്ക് വേറെ എന്തൊക്കെ ജോലിയാണുള്ളത് ചെയ്യാനുള്ളതെന്നുള്ളൊരു തോന്നലുണ്ടാകുകയും ഞാൻ കമ്പനി അത് പിന്നെ രാജിവെച്ച് പോരുകയാണ് ചെയ്തു. വർഷങ്ങളായിട്ട് ഞാനൊരു നല്ലൊരു സ്വകാര്യ സ്ഥാപനം ഒരു അഡ്മിനിസ്ട്രേഷൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് പോരുകയായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങളുടെ ജോലിക്ക് ശേഷവും എനിക്ക് ഉള്ളിൽ നിന്നൊരു വിളി വരുന്നത് ഇത് എനിക്കുള്ള ജോലി അല്ലല്ലോ, എനിക്ക് വേറെ എന്തൊക്കെ ജോലിയാണുള്ളത് ചെയ്യാനുള്ളതെന്നുള്ളൊരു തോന്നലുണ്ടാകുകയും ഞാൻ കമ്പനി അത് പിന്നെ ജോലി രാജിവെച്ച് പോരുകയാണ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഡിപ്ലോമ, പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസിൻ്റെ ഒരു കോഴ്സ് ചെയ്തു, ഡിമെൻഷ്യ കെയറിൻ്റെ ഒരു ഡിപ്ലോമ കഴിഞ്ഞു, പിന്നെ കെമിക്കൽ കൃഷിയുടെ ദേശീയുടെ ഒരു കോഴ്സിൻ്റെ ഡിപ്ലോമ കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ വന്നാലും എനിക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും അല്ലല്ലോ, എനിക്ക് ഇടപെടേണ്ടത് ഇതിനേക്കാൾ എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു മേഖലയിൽ എനിക്ക് എന്തോ ഇടപെടാനുണ്ട്. കാരണം പണ്ട് തൊട്ട് എൻ്റെ തലയിൽ ഈ അക്കാഡമി സൈഡാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. പക്ഷേ അതിനുള്ളൊരു എക്സ്പോഷർ ഇല്ലാതിരിക്കുന്നൊരു സമയത്താണ് ഈ ഹഗിൻ്റെ ഈ കരിയർ മെൻറ്ററിങ് എന്നുള്ള ഒരു കോഴ്സിൽ വരികയും അത് എനിക്ക് ശരിക്കും എൻ്റെ ഒരു പർപ്പസായിട്ട് തന്നെ എനിക്കിപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് പരമാവധി എക്സ്പ്ലോർ ചെയ്യാനും എന്നെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് മറ്റുള്ള സമൂഹത്തിലെ സ്റ്റുഡൻസിൻ്റെ ആ ഒരു രംഗത്തേക്ക് കൊടുക്കാനൊക്കെ പറ്റും. 100 പിള്ളേരിൽ 10 പേര് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് 10 ലൈഫിനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കുന്നതും രക്ഷപ്പെടുത്തി എടുക്കുന്നതും എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് എൻ്റെ ഒരു മിഷനായിട്ട് തന്നെ ഞാനിപ്പം കരുതി മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയൊരു സാധ്യത തന്നെ ഈ ഹഗിൻ്റെ കരിയർ മെൻറ്റർ കോഴ്സിലുണ്ടെന്നുള്ളതാണ്.